നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയപ്രഖ്യാപനത്തിലൂടെ ഉടക്കി ഗവർണറും മുഖ്യമന്ത്രിയും. നിയമസഭയിൽ വായിച്ച നയപ്രഖ്യാപനം തിരുത്തിയ സംഭവത്തിൽ സർക്കാരുമായി പുതിയൊരു പോർമുഖത്തിന് ഒരുങ്ങുകയാണ് ഗവർണർ. നയപ്രഖ്യാപന ദിവസത്തിലെ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോ സഹിതം രാജ്ഭവന്, അതായത് ഇപ്പോഴത്തെ ലോക് ഭവന് കൈമാറാൻ ഗവർണർ ആവശ്യപ്പെട്ടു. അദ്ദേഹം സ്പീക്കർ എൻ ഷംഷീറിന് കത്തയച്ചു ഈ നിർദ്ദേശവുമായി. പ്രസംഗത്തിൽ താൻ നേരത്തെ തിരുത്തൽ ആവശ്യപ്പെട്ടു, പക്ഷേ അപ്പോൾ സർക്കാർ മറുപടി നൽകിയില്ല എന്നാണ് ഗവർണർ കുറ്റപ്പെടുത്തുന്നത്. നയപ്രഖ്യാപനത്തിൽ അത് ഒഴിവാക്കിയപ്പോൾ കൂട്ടിച്ചേർത്തത് ഉചിതമല്ല എന്നും ഗവർണർ വ്യക്തമാക്കി. പ്രസംഗിക്കാത്ത ഭാഗം കൂട്ടിച്ചേർത്ത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ സർക്കാർ അതനുസരിക്കാൻ ബാധ്യസ്ഥമാണെന്നാണ് രാജ്ഭവന് കിട്ടിയ നിയമോപദേശം. നയപ്രഖ്യാപനത്തിൽ വസ്തുതാവിരുദ്ധമായ പരാമർശം ഉൾപ്പെടുത്തിയതിനാലാണ് ആ ഭാഗം ഒഴിവാക്കി പ്രസംഗിച്ചതെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. സർക്കാരിനു വേണ്ടി മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നയപ്രഖ്യാപനമെന്നും അതിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്നുമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഒഴിവാക്കിയ ഭാഗം കൂട്ടിച്ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. ഗവർണർ ആവശ്യപ്പെട്ടാലും സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നതും ഒരു വസ്തുതയാണ്. എന്തായാലും ഭരണഘടനാപരമായ അധികാര നിർവഹണത്തെ ചൊല്ലി മറ്റൊരു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന് കൂടി വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ. നയപ്രഖ്യാപനം അയച്ചു കൊടുത്തപ്പോൾ തന്നെ ഗവർണർ തിരുത്തൽ നിർദ്ദേശിച്ചുവെന്നാണ് ലോക് ഭവൻ വ്യക്തമാക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് ഇത് ആവശ്യപ്പെട്ട്, അതായത് തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആശയവിനിമയം നടത്തുന്നതിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് നിലവിലെ നിഗമനം. എന്തായാലും എന്താണ് ഇടയിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കേരള നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ RV ആർലേക്കറുടെ കത്രിക പ്രയോഗവും വിവാദമായിരുന്നു. ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിക്കുകയും കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനായി പ്രമേയവും പാസാക്കി. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമായി ഇത് മാറിയിരുന്നു. തമിഴ്നാട് നിയമസഭയും സർക്കാർ ഗവർണർ പോരിന് വേദിയായ കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. അതേസമയം ഗവർണറെ യാത്ര അയച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയിരുന്നു. അതായത് ഗവർണർ നയപ്രഖ്യാപനം വായിക്കുന്നു, ചില കൂട്ടിച്ചേർക്കലുകൾ, ചില ഒഴിവാക്കലുകൾ, അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ നിന്ന് പോകുന്നു. അദ്ദേഹം പോയി തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി എഴുന്നേൽക്കുന്നു. ഗവർണർ വായിക്കാതെ പോയ ഭാഗങ്ങളുണ്ട്, അവ ഇതാണെന്ന് പറഞ്ഞ് അത് എടുത്തു വായിക്കുന്നു. മാത്രമല്ല ഗവർണറുടെ നടപടിയെ സ്പീക്കർ വിമർശിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ട കാഴ്ചയാണ്. മുൻകാലങ്ങളിൽ ഗവർണർമാർ എന്തെങ്കിലും ഒഴിവാക്കിയാൽ സർക്കാർ വിമർശിച്ചിരുന്നത് നന്ദി പ്രമേയ ചർച്ച നടക്കുമ്പോഴാണ്. എന്തായാലും ഗവർണർ ഒഴിവാക്കിയവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് ഖണ്ഡിക 12 ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വാചകം ഗവർണർ ഒഴിവാക്കി. രണ്ടാമത്തത് ഖണ്ഡിക 15 നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തിരിക്കുകയുമാണ് എന്ന വാചകവും കട്ട് ചെയ്തു. കൂട്ടിച്ചേർത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഖണ്ഡിക 16 നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നു, ഔദാര്യമല്ല. ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഇതിനോടൊപ്പം എന്റെ സർക്കാർ കരുതുന്നുവെന്നും കൂട്ടിച്ചേർത്തിരുന്നു. കേന്ദ്രവുമായി ഏറ്റുമുട്ടലുള്ളപ്പോൾ ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനോട് പകവീട്ടുന്ന ചരിത്രം മുൻപും കേരളത്തിലുണ്ട്. എന്നാൽ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ വായിച്ച അവ പ്രസംഗത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി തന്നെ തത്സമയ തിരുത്ത് അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വിട്ടുകളഞ്ഞതിനെ തിരുത്തിയ മാതൃക 2023 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെതായിരുന്നു. ഗവർണർ RN രവി വായിക്കാതെ വിട്ടതും കൂട്ടിച്ചേർത്തതുമായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാലിൻ തന്നെ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. അതിൽ പ്രതിഷേധിച്ചെന്ന് ഗവർണർ സഭ വിട്ടുപോയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതേസമയം ഭരണഘടനയുടെ 176 അനുച്ഛേദ പ്രകാരമാണ് ഗവർണർമാരുടെ നയപ്രഖ്യാപന പ്രസംഗമെങ്കിലും അതിന്റെ മുഴുവൻ ഭാഗവും സഭയിൽ വായിക്കണമെന്ന് ഭരണഘടനയിലോ സഭാ നടപടികളിലോ പരാമർശമില്ല. പ്രസംഗത്തിന്റെ പകർപ്പ് സഭയിൽ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസംഗം മുഴുവൻ വായിച്ചതായി കണക്കാക്കണമെന്നും അങ്ങനെ അംഗങ്ങൾക്ക് പ്രസംഗത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാവുന്നതാണെന്നുമാണ് മുൻ സ്പീക്കർമാർ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള റൂളിംഗ്. ഈ റൂളിംഗ് ആണ് സ്പീക്കർ AN ഷംഷീർ ഓർമ്മിപ്പിച്ചത്. മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് കൈമാറുന്ന പ്രസംഗമാണ് അച്ചടിച്ച് അംഗങ്ങൾക്ക് നൽകുന്നത്, അതാണ് രേഖയാക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 17 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്
ആർലേക്കർ കേരളത്തിലെ തന്റെ കന്നി നയപ്രഖ്യാപനം മുഴുവൻ വായിച്ചിരുന്നു. കടുത്ത കേന്ദ്ര വിമർശനങ്ങൾ ഇല്ലാത്തത് തന്നെയായിരുന്നു കാരണവും. എന്തായാലും ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് നേരെയുള്ള വിമർശനം ഗവർണർ വായിച്ചിരുന്നു എന്ന വിലയിരുത്തലുകൾ ആദ്യം വരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രധാന ഭാഗങ്ങൾ ഗവർണർ വായിച്ചിട്ടില്ല എന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കേരളം വികസന പാതയിൽ കുതിക്കുന്നുവെന്നും 10 വർഷം ഉണ്ടായത് മികച്ച നേട്ടമാണെന്നും വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം ദേശീയ തലത്തിൽ മാതൃകയാണെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വായിച്ചു. കൂടാതെ ശിശുമരണ നിരക്ക് സംസ്ഥാനത്ത് കുറഞ്ഞതിൻ്റെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട മികച്ച നേട്ടം കൈവരിച്ചതിനെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചും പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഗവർണർ സൂചിപ്പിച്ചു. നേട്ടം പറഞ്ഞും കേന്ദ്രത്തെ പഴിച്ചും നയപ്രഖ്യാപനം നടന്നു. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര തീരുമാനങ്ങളെയും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വിമർശിച്ചു. GST വിഹിതത്തിലെ കുറവും വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾക്ക് മേൽ കൈകടത്തുന്നെന്നും ഗവർണർ വിമർശിച്ചു. മാത്രമല്ല, സംസ്ഥാനം വരുമാനം കൂട്ടി ചെലവുകൾ പരിമിതപ്പെടുത്തി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. കേരളത്തിന്റെ സാമ്പത്തിക രംഗം വികസന പാതയിലാണ്. വിഴിഞ്ഞം തുറമുഖം വളർച്ചയ്ക്ക് സഹായകരമാകും. പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. കൂടാതെ വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ക്രമസമാധാന പരിപാലനം 10 വർഷത്തിനിടെ മെച്ചപ്പെടുത്തി. തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കി. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് നവകേരള ലക്ഷ്യമാണ്. വന്യജീവി ശല്യം കൊണ്ടുണ്ടാക്കുന്ന കൃഷി നഷ്ടത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കാർഷിക രംഗത്തെ പ്രാപ്തമാക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വായിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി തിരിച്ചടിയായി എന്നതുൾപ്പെടെയുള്ള കേന്ദ്ര വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ച ഗവർണർ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നടത്തിയ ഭേദഗതികൾ 100 പ്രവൃത്തി ദിവസം 60 ദിവസമായി കുറച്ചതും സംസ്ഥാനത്തിന് തിരിച്ചടിയായെന്നും പദ്ധതി പഴയ നിലയിൽ നടപ്പാക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ സർക്കാരിന്റെ നേട്ടങ്ങളും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞു. കേരളം വികസന പാതയിൽ കുതിക്കുന്നുവെന്നും 10 വർഷത്തിനുള്ളിൽ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ഗവർണർ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമിട്ടത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സഭയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ശംഷീർ, മന്ത്രി MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരിച്ചത്. എന്തായാലും പുതിയൊരു പോർമുഖം അന്നത്തോടെ തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോക്ഭവൻ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. എന്താണ് സർക്കാരിന്റെ മറുപടി എന്നതാണ് ഇനി ഏറ്റവും നിർണായകമായ ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.